ഇന്ന് മാർച്ച് 2, ബൊഹോമിയായിലെ വിസ്ത ആഗനസിന്റെ ഓർമ്മദിനം. എങ്കിൽ നമുക്കിന്ന് വിസ്ത ആഗനസിനെ കുറിച്ച് കേട്ടാലോ. പണ്ട് പണ്ട് ബൊഹേമിയ എന്ന രാജ്യത്ത് ആഗനസ് എന്ന പേരുള്ള അതീവ സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. രാജാവായ ഓട്ടോക്കർ ഒന്നാമന്റെ മകളായതുകൊണ്ട് തന്നെ എല്ലാവിധ സുഖസൗകര്യങ്ങളിലുമാണ് അവൾ വളർന്നു വന്നത്. ലോകത്തിലെ വലിയ ചക്രവർത്തിമാരും രാജകുമാരന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇംഗ്ലണ്ടിലെ ഹെൻറി മൂന്നാമൻ രാജാവും റോമൻ ചക്രവർത്തിയായ ഫെഡറിക് രണ്ടാമനും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ആഗ്നേസിന്റെ മനസ്സിൽ വേറൊരു ചിന്തയായിരുന്നു. കൊട്ടാരത്തിലെ സ്വർണ്ണാഭരണങ്ങളെക്കാളും പട്ടുവസ്ത്രങ്ങളെക്കാളും അവൾ ഇഷ്ടപ്പെട്ടത് പാവപ്പെട്ടവരെ സഹായിക്കാനായിരുന്നു. ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരുന്നു. ഒടുവിൽ ഫെഡറിക് ചക്രവർത്തിയുടെ വിവാഹാലോചന വന്നപ്പോൾ താൻ സ്വർഗീയ രാജാവിനെയാണ് തന്റെ മണവാളനായി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അവൾ ധീരമായി പ്രഖ്യാപിച്ചു. ഇത് കേട്ട ചക്രവർത്തി പോലും അവളുടെ ആ തീരുമാനത്തെ ബഹുമാനിച്ചു. അക്കാലത്ത് ഇറ്റലിയിൽ ജീവിച്ചിരുന്ന വിസ്ത ഫ്രാൻസിസ് അസീസിയുടെയും വിസ്ത ക്ലാരയുടെയും ലാളിത്യം നിറഞ്ഞ ജീവിതം വിസ്ത ആഗനസിനെ ഒരുപാട് സ്വാധീനിച്ചു. അവൾ തന്റെ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അഴിച്ചുവെച്ചു. പകരം ഒരു സാധാരണ സന്യാസിയുടെ വസ്ത്രം ധരിച്ചു. തന്റെ പക്കലുണ്ടായിരുന്ന സമ്പത്തെല്ലാം ഉപയോഗിച്ച് അവൾ പ്രാഗ് എന്ന നഗരത്തിൽ പാവപ്പെട്ടവർക്കായി ഒരു വലിയ ആശുപത്രിയും ഒരു മഠവും പണിതു. പിന്നീടുള്ള അവളുടെ ജീവിതം ആ മഠത്തിലായിരുന്നു. അവിടെ അവൾ വെറുമൊരു രാജകുമാരിയല്ലായിരുന്നു, മറിച്ച് എല്ലാവരെയും സ്നേഹത്തോടെ പരിചരിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. തറ തുടയ്ക്കാനും അടുക്കളപ്പണികൾ ചെയ്യാനും രോഗികളുടെ മുറിവുകൾ വെച്ചുകെട്ടാനുമൊന്നും അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാജകുമാരി പാവപ്പെട്ടവരുടെ പാദങ്ങൾ കഴുകുന്നത് കണ്ട് ജനങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഏകദേശം 40 വർഷത്തോളം ആ മഠത്തിൽ സേവനം ചെയ്ത ആഗ്നസ് 1282 മാർച്ച് 2 അന്തരിച്ചു. മരിക്കുമ്പോഴും അവളുടെ മുഖത്ത് വലിയൊരു സമാധാനം ഉണ്ടായിരുന്നു. വലിയ അധികാരങ്ങളും സമ്പത്തും ഉണ്ടായിട്ടും അതൊന്നും തന്നെ ദൈവസ്നേഹത്തിൽ നിന്നും തടയാൻ അവൾ അനുവദിച്ചില്ല. 1989 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്നും ലോകം മുഴുവൻ ബൊഹോമിയായിലെ വിസ്ത ആഗനസിനെ സ്നേഹത്തോടെയും ഭക്തിയോടെയും ഓർക്കുന്നു. വിസ്ത ആഗ്നസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപദേശം ഇതാണ്: യഥാർത്ഥ സന്തോഷമെന്നത് നമുക്ക് എത്രമാത്രം സമ്പത്തോ അധികാരമോ ഉണ്ട് എന്നതിലല്ല, മറിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് എത്രമാത്രം സ്നേഹവും സേവനവും നൽകുന്നു എന്നതിലാണ്. ലോകം മുഴുവൻ കീഴടക്കാൻ കെൽപ്പുള്ള രാജകുമാരിയായിരുന്നിട്ടും രോഗികളെ ശുശ്രൂഷിക്കാനും എളിയവരോടൊപ്പം ജീവിക്കാനുമാണ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നത്. നമ്മുടെ ജീവിതത്തിലും എത്ര ഉയരങ്ങളിലെത്തിയാലും ലാളിത്യം കൈവിടാതെ ഇരിക്കുവാനും ചുറ്റുമുള്ളവരുടെ വേദനകളിൽ പങ്കുചേരുവാനും നമുക്ക് സാധിക്കണം. വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്കും ശ്രമിക്കാം. ഇതായിരുന്നു ആഗ്നസിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം. ഇനി നമുക്ക് അടുത്ത കഥയുമായി വീണ്ടും കാണാം.